ചാലിശ്ശേരിയിൽ കലാസന്ധ്യ ഫെബ്രുവരി 23 മുതൽ. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവിൽ മാർച്ച് 1 നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 23 മുതൽ 4 നാൾ കലാസന്ധ്യയും ഫെബ്രുവരി 28 രാത്രി 8 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 23 വൈകുന്നേരം 6:30 പൂമുളി നാരായണ നമ്പൂതിരി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, വാർഡ് മെമ്പർ സജീഷ് കളത്തിൽ, നടൻ ഗോവിന്ദ് പത്മസൂര്യ, ഭാര്യയും നടിയുമായ ഗോപിക അനിൽ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. തുടർന്ന് ഭരതനാട്യം, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ്, വയലിൻ കച്ചേരി തുടങ്ങിയ 17 ഇന പരിപാടികൾ അരങ്ങേറും. 24 നടക്കുന്ന കലാസന്ധ്യയിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായിരിക്കും. 24, 25 തീയതികളിൽ 30ഓളം ഇനങ്ങൾ കലാസന്ധ്യയിൽ അരങ്ങുണർത്തും. 26 രാത്രി 7 മണിക്ക് ഗ്രൗണ്ടിൽ 11 ടീമുകൾ പങ്കെടുക്കുന്ന മെഗാ വീരനാട്യം അരങ്ങേറും. 28 രാത്രി 8 നടപ്പന്തലിൽ മേളപ്രമാണി ചൊവ്വലൂർ മോഹനൻ നായരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും. വരും വർഷങ്ങളിലും കലാസന്ധ്യ സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ ചക്രവർത്തി, ജനറൽ സെക്രട്ടറി സി രവീന്ദ്രൻ എറവക്കാട്, പ്രസിഡന്റ് എം പി സതീശൻ, രക്ഷാധികാരി എൻ ഹരിഗോവിന്ദൻ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ടി നന്ദകുമാർ, കെ ആർ ദിലീഷ് എന്നിവർ അറിയിച്ചു. അപ്പോ പ്രശസ്തമായ ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ കലാസന്ധ്യ പ്രോഗ്രാം അരങ്ങേറുന്നത്. അപ്പോ കലാസന്ധ്യയുടെ രക്ഷാധികാരിയാണ് ശ്രീ ഹരിഗോവിന്ദ്, അതുപോലെ പ്രസിഡന്റ് സതീശൻ, കോർഡിനേറ്റേഴ്സ് നന്ദകുമാർ, ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ എറവക്കാട്, അതുപോലെ ഭാരവാഹികളായ സന്ധ്യ, ദിലീഷ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെയും അതുപോലെ തന്നെ കലാകാരികളുടെയും സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്ന കലാകാരന്മാർ വരെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി 23, 24, 25, 26 ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസമായ 23-ാം തീയതി ശ്രീ പൂമുള്ളി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായ സുരേഷ് ബാബു, അതുപോലെ വാർഡ് മെമ്പർ സജീഷ് കളത്തിലും ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തിച്ചേരുന്നതാണ്. അതുപോലെ 24-ാം തീയതി ചലച്ചിത്ര ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ് സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നേരം 7 മണി മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ അരങ്ങേറുന്നത്. ഏകദേശം 60ഓളം പരിപാടികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സമയപരിമിതി ഉള്ളത് കാരണം കുറച്ച് പരിപാടികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി പരിപാടികൾ 23 മുതൽ 26 വരെ നമ്മൾ ക്രമമായി വിന്യസിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യമായി നടത്തുന്ന പരിപാടി ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഇതിലും നന്നായിട്ട് വരും വർഷങ്ങളിൽ കലാസന്ധ്യ മികച്ച രീതിയിൽ നടത്തുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഈ വർഷം കലാസന്ധ്യ 2026 ഈ നാട്ടിലെ ഓരോ ജനങ്ങളെയും ഓരോരുത്തരെയും ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാര്യങ്ങൾ നമ്മളിവിടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. ശ്രീ മുലയംപറമ്പ് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടക്കാറുള്ള എല്ലാ കാര്യങ്ങളും അതേപടി തന്നെ ഈ വർഷവും നടക്കും. പ്രത്യേകിച്ചും ക്ഷേത്രവാണിഭം അത് എല്ലാ വർഷവും നടക്കാറുള്ള രീതിയിൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ തന്നെ തലേ ദിവസം നടക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടല്ല, പക്ഷേ ആ ക്ഷേത്രത്തിൽ നടത്താറുള്ള കാര്യങ്ങൾ അതേപടി നടക്കും എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ഈ കലാപരിപാടികൾ മുലയംപറമ്പ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കലാകാരന്മാർ അവരുടെ വൈവിധ്യം തെളിയിക്കപ്പെട്ട ക്ഷേത്ര മൈതാനമാണത്. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കലാകാരികൾക്കും കലാകാരന്മാർക്കും അവരുടെ കഴിവുകൾ തെളിയിക്കപ്പെടാനുള്ളൊരു അവസരം ഈ ക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഇന്നേ വരെ
എൻ്റെ അറിവിൽ ശ്രീ മുലയംപറമ്പ് ക്ഷേത്ര മൈതാനിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നതായി അറിവില്ല. പല ദിക്കിലുള്ള പല രീതിയിലുള്ള കലാകാരന്മാർ വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഈ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവാസികളുമായിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരുടെ കഴിവ് വേണ്ട വിധത്തിൽ ആ ക്ഷേത്ര മൈതാനിയിൽ അല്ലെങ്കിൽ ക്ഷേത്ര തിരുമുറ്റത്ത് അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഇത്. അപ്പൊ അതും കൂടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാഴ്ചയുടെ കരുതലുമായി കൂറ്റനാട് അലീന കണ്ണടകൾ. നിങ്ങളുടെ കണ്ണുകൾക്ക് ഇനി മികച്ച സുരക്ഷയും കൃത്യമായ പരിചരണവും നൽകാൻ കൂറ്റനാട് ടൗണിൽ തൃത്താല റോഡിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു അലീന കണ്ണടകൾ.